നമ്മുടെ മേയർജിക്കും പരിവാരങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാൻ കൊള്ളുന്നതിനൊക്കെ ഒരു വേദനയുണ്ടെന്ന്. നിങ്ങളെപ്പോലെ വെറുതെ തോന്നിവാസത്തിനല്ല ഡൽഹിയിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജന്തർ മന്ദറിലും സ്ത്രീയെന്നോ പുരുഷനെന്നോ വിദ്യാർത്ഥികളാണെന്നോ പോലും ചിന്തിക്കാതെയാണ് ഡൽഹി പോലീസ് അഴിഞ്ഞാട്ടം കാണിച്ചത്. അല്ല, നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ശരിയാണ്, നിങ്ങളുടെ നേതാവിനും നിങ്ങളുടെ പാർട്ടിക്കും എതിരാണ് ആ വിദ്യാർത്ഥികളല്ല എന്ന് കരുതി ഇവിടെ ന്യായം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ? അതെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? അല്ല, ഈ പാർട്ടിയെ പ്രസ്ഥാനത്തിനെയും പൊക്കി പിടിക്കാൻ മാത്രമാണോ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്? അതിനപ്പുറം ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ? നിങ്ങളായാലും ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നാലും ശരി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവരൊരു പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ വെറുതെ ഇങ്ങനെ അടിച്ചമർത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് കാലഘട്ടമാണെന്നെങ്കിലും ചിന്തിക്കണം കേട്ടോ. നിങ്ങൾ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ വെറുതെ തല്ലിച്ചതയ്ക്കുന്നത്. ഇതിന് തക്കതായ മറുപടി ജനാധിപത്യത്തിൽ ഊന്നി തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് തരും. പക്ഷെ അതിന് കുറച്ച് നാൾ കൂടി കാത്തിരിക്കണം. കാരണം അന്നാണ് ജനങ്ങളുടെ കയ്യിൽ പവർ വരുന്നത്. അന്ന് ഉറപ്പായിട്ടും ജനങ്ങളെല്ലാവരും ഒരുപോലെ BJP താഴെ ഇറക്കും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അല്ല, നിങ്ങൾ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ആയിരക്കണക്കിന് വനിതാ പോലീസുകൾ ഉള്ളപ്പോഴത്തേക്ക് പുരുഷന്മാർ ഇറക്കി വിടുകയാണ്, എന്നിട്ട് കരണത്തടിക്കുകയാണ് എന്നൊക്കെ. ഇതൊക്കെ തന്നെയല്ലേ അക്ഷരാർത്ഥത്തിൽ ജന്തർ മന്ദറിൽ ആ വിദ്യാർത്ഥികൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ അനുഭവിച്ചിട്ടല്ലേ അവിടെ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും അവിടെ സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇവിടെ BJP എന്ന പാർട്ടിയെക്കാളും വലുത് ജനാധിപത്യമാണ്. നിങ്ങളൊക്കെ ആ സ്ഥാനത്തിരിക്കുന്നതും ഭരിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. കാരണം ജനങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. അല്ല, ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എല്ലാ പാർട്ടിക്കാരും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്കൂടെ അങ്ങ് ചെയ്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടെന്നുള്ള കാര്യം ആളുകൾ മറന്നു പോകുന്നു വിചാരിച്ചാൽ. അല്ല, നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിക്കാം. വേറെ ആരെങ്കിലും നിങ്ങളെ ചോദ്യം ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിച്ചാലോ അവർ തീവ്രവാദികൾ, പാകിസ്ഥാൻ തീവ്രവാദികൾ. ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ അടക്കം വന്നിട്ട് തീവ്രവാദി എന്ന് വിളിച്ചവരുണ്ട്. അത് ആരാണെന്ന് പ്രത്യേകിച്ചെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ വിളിക്കാൻ ഈ രാജ്യത്തെ ഒരാൾക്കേ പറ്റും. ഈ പ്രൊട്ടസ്റ്റിനെതിരെ ശബ്ദം ഉയർത്തുന്ന ആരായാലും അവർക്ക് നേരെ ഭീഷണിയാണ്, അല്ലെങ്കിൽ അവരെ തീവ്രവാദിയാക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ ഭരിക്കുന്നത് മോദി സർക്കാരാണെന്ന് കരുതി ഈ നാട്ടിലെ മുഴുവനും സംഖ്യകളാണെന്ന് കരുതരുത്. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ന്യായീകരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ ന്യായീകരിച്ചു, നിങ്ങളുടെ നേതാവിനെ ന്യായീകരിച്ചു. പക്ഷെ എതിർക്കുന്നവരൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞു ധരിപ്പിക്കുന്ന ഈ ഒരു സ്വഭാവം അതത്ര നല്ലതല്ല. നിങ്ങളങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഒന്നും നിർത്താനും ഉദ്ദേശമില്ല. ഇപ്പോഴും പൂർണ്ണമായിട്ടും ആ പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം ഒരു പാർട്ടിക്കും വേണ്ടി സംസാരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ന്യായം എന്താണെന്ന് നോക്കി എൻ്റെ വ്യക്തിപരമായ നിലപാടിൽ ഊന്നി അഭിപ്രായം പറയുക, ഇതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ സമരവും നിങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ ഒരു വഴിക്ക് നടന്നു പോകട്ടെ. നിങ്ങൾ ന്യായീകരിച്ച് മെഴുകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ തന്നെ ഊന്നി എന്നുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കുക എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് അതിനൊന്നും ആരും ഇവിടെ തെറ്റു പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ സംസാരിക്കുന്നവരും ഈ പ്രൊട്ടസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവരൊക്കെ തീവ്രവാദികളാണ്, അതും പാകിസ്ഥാൻ തീവ്രവാദികളാണ് എന്നുള്ള നിങ്ങളുടെ ഈ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, ഇത് മാറ്റേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊട്ടസ്റ്റ് വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ രീതിയിലും ഇതേ ഊർജ്ജത്തോടെയും തന്നെ മുമ്പോട്ട് പോകണം അവസാനം വരെയും. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അതുവരെയും അവസാനം വരെയും പൊരുതണം.